പ്രിയ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാ വർഷവും ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാവരിലും അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് പ്രകൃതിയാണ്. ജീവന് ഒഴിച്ചുകൂടാനാവാത്ത വെള്ളം, വായു ഇതെല്ലാം നമുക്ക് പ്രകൃതിയാണ് നൽകുന്നത്. നാം ജനിക്കുന്നതും ജീവിക്കുന്നതും പ്രകൃതിയുടെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നത്തെ നമ്മുടെ ജീവിത രീതികൾ പ്രകൃതിയെ നശിപ്പിക്കുന്നതിലേക്കാണ് നയിക്കുന്നത്. വനനശീകരണം, ജലചൂഷണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, വായു മലിനീകരണം, ശബ്ദ മലിനീകരണം എന്നിവയാൽ പ്രകൃതിയുടെ ഹൃദയമാണ് നമ്മൾ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുന്നത്. വികസനത്തിന്റെ പേരിൽ കൃത്യമായ പഠനങ്ങളില്ലാതെ ധാരാളം കുന്നുകളും മലകളും ഇടിച്ചു നിരത്തിയും പാടങ്ങൾ നികത്തിയും നാം പ്രകൃതിയെ ദ്രോഹിക്കുന്നു. ഇന്ന് നമുക്ക് സുലഭമായ പ്രകൃതി സമ്പത്തുകളിൽ പലതും വരും തലമുറയ്ക്ക് ലഭ്യമാകുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹത്തോടെ സംരക്ഷിക്കേണ്ട പ്രകൃതി നാം ചൂഷണം ചെയ്യുകയാണ്. ഈ നില മാറണം. പ്രകൃതിയോട് ആദരവും കടപ്പാടും നമുക്കുണ്ടാവണം. പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറയ്ക്കുക. കഴിയുന്നവ പുനരുപയോഗം ചെയ്യുക. വൃക്ഷങ്ങൾ നടുക. ശുദ്ധജലങ്ങളിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കാതിരിക്കുക. വായു മലിനീകരണം, ശബ്ദ മലിനീകരണം എന്നിവ കുറയ്ക്കാൻ ശ്രമിക്കുക. പരിസ്ഥിതി സംരക്ഷണ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക. എന്നിവയെല്ലാം നമ്മളെ പ്രകൃതിയുടെ സംരക്ഷകരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു തൈ നടാം, നമുക്കൊരു തൈ നടാം, മണ്ണിൽ അലിഞ്ഞു ചേരും ഒരു തൈ നടാം എന്ന് കവി പാടിയതുപോലെ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഈ ഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റാം. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഔദ്യോഗിക ആഗോള പ്രമേയം പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം, പ്രകൃതിയെ ഒരു ദ്രോഹവും ചെയ്യാതെ ഭൂമിയെ സ്നേഹിക്കുമെന്ന്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.